നമസ്കാരം. ദിലീപും നാദിർ ഷായും ചേർന്നൊരുക്കുന്ന ദേ മാവേലി കൊമ്പത്ത് എന്ന ഹാസ്യ പരമ്പര 15 വർഷം പിന്നിടുകയാണ്. ഇതിൻ്റെ അണിയറ ശില്പികൾക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകളും നന്മകളും നേരുന്നു. നമസ്കാരം. ഞാനൊരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു കാര്യം ആലോചിക്കണം. കലാഭവൻ മണി എന്ന് പറയുന്ന ഞാൻ ആദ്യമായിട്ടൊരു നാടൻപാട്ട് പാടിയത് നാദിർഷയുടെ കാസറ്റായ ദേ മാവേലി കൊമ്പത്ത് എന്ന് പറഞ്ഞ കാസറ്റിലാണ്. എന്തായാലും ഞാൻ അന്ന് പാടിയ നാടൻപാട്ട് ഇപ്പോഴും ഞാൻ നാദിർഷയുടെ കാസറ്റിൽ പാടിയത് ഓർക്കണ്ട. ഞാൻ വടക്കോട്ട് പോയിപ്പ മാവുമ്മ മാങ്ങ തൂശുമ കൂന്താര, ആ കൊമ്പ് ഈ കൊമ്പ് ചാടി കുലുക്കി തൂശുമ കൂന്താര, അടി പൂളുമ്മ ചൊമ്പുള്ള മാങ്ങ എനിക്കിട്ടു വേണ്ട അടി. നാദിർഷയുടെ കാസറ്റിൽ ഈ തവണ ഞാനും ഒരു പാട്ട് പാടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഓണത്തിന് വളരെ അടിച്ചു പൊളിച്ചിരിക്കുന്ന സമയമായിരിക്കും. ആ ഓണസദ്യയുടെ കൂട്ടത്തിൽ ഈ കലാഭവൻ മണിയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ നാദിർഷയോട് ചോദിച്ചു വാങ്ങിച്ച് പാടിയ പാട്ടാണ്. പിടിക്കുമ്പോൾ പുളിങ്കൊമ്പിൽ പിടിക്കാന്ന് കാർന്നമാർ ചൊല്ലു പറയാന്ന്. പക്ഷേ ഞാൻ ഈ തവണ പിടിച്ചിരിക്കുന്ന കൊമ്പ് ദേ മാവേലി കൊമ്പത്ത്. ആ കൊമ്പിന്റെ ഏതെങ്കിലും ഒരു ചില്ലയിൽ ഈ കലാഭവൻ മണി ഉണ്ടാവും. നിങ്ങൾ കാണുക. നമസ്കാരം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കഴിഞ്ഞ 14 വർഷമായിട്ട് നാദ് ഗ്രൂപ്പിൻ്റെ ദേ മാവേലി കൊമ്പത്തുമായിട്ട് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരാറുണ്ട്. ഈ ഓണക്കാലത്ത് ഞങ്ങൾ വീണ്ടും നിങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ്. അഭിമാന പുരസ്സരം വിഭവസമൃദ്ധമായ ഒരു കോമഡി സദ്യയുമായി. അപ്പോൾ സദ്യ വിളമ്പല്ലേ? ദേ മാവേലി കൊമ്പത്ത്. പ്രിയമുള്ളവർ, സെൻട്രൽ ജയിൽ അന്തേവാസികളുടെ വാരാഘോഷ പരിപാടികൾ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് പേര് രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി പേര് രജിസ്റ്റർ ചെയ്ത് അവർക്ക് കസ്റ്റമർ മേടിക്കുന്നതാണ്. താങ്ക് യു. ഞാൻ വലിയ പറയാം. എന്താണ് ഇവിടെ തിരക്കും ബഹളവും? എനിക്കറിയില്ല സാറേ, വേറെ ഒരു മത്സരത്തിനുമില്ല ഇത്രയും തിരക്ക്. ഇവിടെ നിന്നാണ് മത്സരം എഴുതി വെച്ചിട്ടുണ്ട്. വെറുതെ ഇവിടെ ഇത്രയും വലിയ തിരക്ക്. ഇത് ജയിൽ ചാട്ട മത്സരമല്ല, എഴുതിയവനെ തെറ്റിപ്പോയതാണ്. ജയിൽ ചിട്ട മത്സരമാണ്. എന്ത് പറ്റിയ നാമികേ? ശരീരം മുഴുവനും പുള്ളി കുത്തിയാ? ആ പുള്ളി തന്നെ കുത്തിയതാ എന്റെ സാറേ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, കണ്ണുകെട്ടി സുന്ദരിക്കൊരു പൊട്ട് കുത്തുന്നതിന് ഏതെങ്കിലും ഒരു സുന്ദരിയുടെ പടം വരച്ച് വെച്ചാ മതിയെന്ന്. അപ്പൊ സാറല്ലേ പറഞ്ഞു, നീ സുന്ദരിയാ, നീ തന്നെ പൊട്ട് കുത്താനായിട്ട് നിന്ന് കൊടുത്താ മതിയെന്ന്. എന്നിട്ട് എന്ത് പറ്റി? എന്റെ സാറേ, അവന്മാർക്കൊക്കെ കണ്ണ് കാണായിരുന്നു. ഒറ്റ ഒരുത്തം പോലും എന്റെ മുഖത്ത് കുത്തിയില്ല. കണ്ടില്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത്? വേറെ കുറേമാര് കുത്തിയതാ, കണ്ടില്ലേ? പൊട്ട് കുത്തിയതല്ല, ഞാനൊരു വലുതായതിനോടല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഞാൻ എന്റെ ജോലി കാണിച്ചിട്ട് പാട്ടിന് പോവുക. ഈ ജയിലിലെ പ്രിയപ്പെട്ട ഗായകനും വിട്ടുപിരിച്ച് അടുത്ത ആഴ്ച ശിക്ഷ കഴിഞ്ഞ് പുറത്തു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗീതി വർഗീസ് നിങ്ങൾക്കായിട്ട് ഒരു കവിതാ സമ്മാനം ആരംഭിക്കുന്നു. നീയൊക്കെ കള്ളനെ പുണ്യാളന്റെ പേരാ. എടാ, ശരിക്കും അവന്റെ പേര് വർഗീസ് എന്നാ. മിൽമേലായിരുന്നു അവര് ജോലി. അവിടെ നിന്ന് നെയ് കട്ട് വിറ്റ് ഇപ്പോ ഗീ വർഗീസ് ആയതാ. മിഡില്ല അവര് നെയ്പാട്ട് കേൾക്കാം. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ജയിലർ കൊതിക്കാറുണ്ടെന്നും തിരികെ
വരും നേരം മുതുകത്തിടിക്കുവാൻ പലരും ശ്രമിക്കാറുണ്ട്. ഗോതമ്പിൻ്റുണ്ടകൾ പതിവായി നുണയുന്ന പലതരം ഗുണ്ടകളെ കണ്ടു. ഇടിയേറ്റു കരയുന്ന പലരുടെയും മണ്ണാക്കിൽ തിരുകുന്ന തുണിയും ഞാൻ കണ്ടു. തിരികെ തിരികെ ഹലോ ടെസ്റ്റിംഗ്. പ്രിയമുള്ളവരെ, മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടു മുമ്പ് കാണുന്ന നല്ല നടപ്പ് മത്സരത്തിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഒന്നാം സമ്മാനത്തിന് അർഹനായിരിക്കുന്നത് വധശിക്ഷ കാത്തു കഴിയുന്ന പീതാംബരനാണ്. പീതാംബരന് സമ്മാനമായിട്ട് നൽകുന്നത് 2 പാരകഞ്ചെരുപ്പും ശിക്ഷയിൽ 1 മാസത്തെ ഇളവും. എന്തിനാ പീതാംബരായിട്ടായിരുന്നു കരയുന്ന? ഇപ്പൊ സന്തോഷിക്കേണ്ട സമയമില്ലയോ? 1 മാസത്തെ ഇളവല്ലേ കിട്ടിയിരിക്കുന്നത്. കൊല്ലും ഞാൻ. 1 മാസത്തെ ഇളവ് ഒക്ടോബറിൽ തൂക്കിക്കൊല്ലേണ്ട എന്നെ 1 മാസത്തെ ഇളവ് തന്ന് സെപ്റ്റംബറിൽ തൂക്കിക്കൊല്ലും. അയ്യോ സാറേ, സാറിനോട് ഞാൻ അന്നേരം തന്നെ പറഞ്ഞതല്ലേ ജയിലിനകത്ത് വെച്ച് ഫാൻസി ഡ്രസ് മത്സരം നടത്തരുതേന്ന്. എന്നിട്ട് എന്ത് പറ്റി? ഇനി എന്നാ പറ്റാനായിട്ടാ? ഞാൻ ഐജിയുടെ ഡ്രസ് ഇട്ടോണ്ട് നമ്മുടെ കള്ളൻ മാർക്കോസ് കൂളായിട്ട് ജയിലിന് പുറത്തോട്ട് പോയി, അറിയാവോ? I know that. ഓഹോ, എനിക്കത് അപ്പോഴേ അറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ അവന്റെ പുറകെ ഒരു വണ്ടി പോലീസിനെ ഞാൻ പറഞ്ഞു വിട്ടത്. ആ പോലീസുകാര് കംപ്ലീറ്റും ഫാൻസി ഡ്രസ്സിന് വേഷമിട്ട കള്ളന്മാരാ. പ്രിയമുള്ളവരെ, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഐജിക്ക് വാലുവരയ്ക്കൽ മത്സരം നടക്കുന്നത് സൗത്ത് ബ്ലോക്കിലെ 7ാം നമ്പർ സെല്ലിലും ഉണ്ടയിലെ കല്ലുവരയ്ക്കൽ മത്സരം നടക്കുന്നത് നോർത്ത് ബ്ലോക്കിലെ 8ാം നമ്പർ സെല്ലിലുമാണ്. താങ്ക് യു. ഇത് എന്നതൊക്കെ വിളിച്ചു പറയുന്നത്? കാര്യം പറഞ്ഞോ. ഐജിയുടെ വാലിനെ കുറിച്ച് പറഞ്ഞാൽ തോപ്പി തെറിച്ചു പോകും. ബാലപ്പ, ഞാനിപ്പോ വന്നതേ എന്താ? നമ്മുടെ ജയിലിലെ അന്തേവാസികൾക്ക് ഉച്ചക്ക് കഞ്ഞിയും പുഴുക്കും കൊടുക്കുന്നതാണ് നല്ലത്, അതോ പുഴുക്കും കഞ്ഞിയും കൊടുക്കുന്നതാണ് നല്ലത്? ഞാൻ എന്നെ ഇതിനു മുമ്പ് മയക്ക് കണ്ടിട്ടില്ലായോ? എന്റെ ഒരു അഭിപ്രായത്തിലെ ഈ കഞ്ഞിയും പുഴുക്കും കൊടുക്കുന്നതിനേക്കാൾ നല്ലതേ കുഞ്ഞും കടുക്കും കൊടുത്ത എന്താ? അത് മതിയല്ലോ. അടുത്തായിട്ട് ഗ്രൗണ്ടിൽ നടക്കാൻ പോകുന്നത് വാശിയേറിയ പോൾ വാൾട്ട് മത്സരമാണ്. ആദ്യമായിട്ട് ചാടാൻ പോകുന്നത് വധശിക്ഷ കാത്ത് കഴിയുന്ന പീതാംബരൻ. കണ്ടില്ലേടാ, അടുത്ത മാസം തൂക്കിക്കൊല്ലാൻ കൊണ്ടുവന്ന പ്രതി ആ ചാടുന്നത്. അവന്റെ ഒടുക്കത്തെ ഒരു മനസാന്നിധ്യം കണ്ടില്ലേ? അവനറിയാം അടുത്ത ഓണത്തിന് അവൻ കാണത്തില്ലെന്ന്. എന്നിട്ടും അവൻ ഈ ഓണാഘോഷത്തിന് പങ്കെടുക്കുക. കൈയടിക്കടാ അങ്ങനെ. ആണ്ടവൻ മതിലപ്പുറത്തേക്ക് പോയി. അല്ല ചേട്ടാ, ചാകാതിരിക്കാൻ വേണ്ടി ചാടിയതാ. വണ്ടി വിട്ടോ. ഈശ്വര, അവന് പോയി ഐജിയുടെ ജോലിയും പോയി. പ്രിയമുള്ളവര്, അടുത്തായിട്ട് ഇവിടെ നടക്കാൻ പോകുന്നത് സമ്മാനദാന ചടങ്ങും പൊതുസമ്മേളനവുമാണ്. നമ്മുടെ ഇന്നത്തെ സമ്മാനദാന ചടങ്ങ് നിർവഹിക്കാൻ എത്തിയിരിക്കുന്നത് ഒരു വിശിഷ്ട വ്യക്തിയാണ്. ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? പറയടാ. ഒരു ക്ലൂ തരാമോ? പിന്നെ തരാമല്ലോ. ആദ്യത്തെ അക്ഷരം എം. പോടാ. ആദ്യത്തെ അക്ഷരം എം, അവസാനത്തെ അക്ഷരം ഐ. മിണ്ടിപ്പോലെ കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. ഒന്നുകൂടെ പറയാം. ആദ്യത്തെ അക്ഷരം എം, അവസാനത്തെ അക്ഷരം ഐ. പറ. പോടാ. എടാ, ഈ കിരീടോ ചെങ്കോലോ ഒക്കെ ഉള്ള ഒരാളാണ്. വേണ്ട, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആ സ്പെല്ലിങ് മൊത്തം പറഞ്ഞുതരാം കേട്ടോ. എം, എ, വി, ഇ, എൽ, ഐ. കിട്ടിപ്പോയി. മാവേലിക്കര പൊന്നമ്മ. പോടാ. എടാ, അതിന്റെ പകുതി കളയടാ. പൊന്നമ്മ. അതല്ല, മറ്റേ പകുതി. ഞാൻ പറയാ, എന്നെ പ്രാന്ത് പിടിപ്പിക്കല്ലേ. എടാ, മാവേലി ആടാ, മാവേലി.
ഇവിടെ താനെന്തിനാണ് ഈ വാർപ്പ് താഴെ ഇട്ടത്? വിട്ടി വാർപ്പ് താഴെടാൻ പറഞ്ഞത് കേട്ടില്ലേ? എടോ വാർപ്പ് താഴെ ഇടല്ല, ആർപ്പോ ഇറോന്നാ പറഞ്ഞത്. ഓ അങ്ങനെ ആ, പൊക്കിക്കോ. മാവേലി, ഇനി നമുക്ക് ജയിലിലെ അന്തേവാസികളെ ഒന്ന് പരിചയപ്പെടാം. ജയിലിലെ അന്തരീക്ഷമൊക്കെ കൊള്ളാമല്ലേ? അടിപൊളി അന്തരീക്ഷം. താനിവിടെ കിടന്നോ. മിസ്റ്റർ മാവേലി, ഒരു ചോദ്യം. ഈ ആണവ കരാറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഞങ്ങൾ ആണവക്കരാറുമായിട്ട് വന്നതല്ല, ഓണവക്കരാറുമായിട്ട് വന്നതാണ്. എക്സ്ക്യൂസ് മീ, അടുത്ത ചോദ്യം. ഈ ഇടുക്കി ഡാമിൽ വെള്ളക്കുറവുള്ളതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഏതായാലും നിന്റെ അത്ര വെള്ളം ഇടുക്കി ഡാമിലില്ല. ഇവൻ ഫുൾ വെള്ളമാണ് മാവേലി. സെക്സ് ബോംബ് ഷക്കീല അഭിനയം നിർത്തിയതിനെ കുറിച്ച് എന്താണ്? വേറൊരു ചോദ്യം. കംബോഡിയൻ പ്രസിഡന്റിനെ ഉക്രൈനിൽ വെച്ച് ഇംപീച്ച് ചെയ്തതിനെ കുറിച്ച് എന്താ അഭിപ്രായം? നിർത്തല. നിനക്കൊക്കെ എന്താ അറിയണ്ടേ? ഞങ്ങള് പത്രക്കാരാ. അല്ല, നിങ്ങൾ പ്രശ്നക്കാരാ. വന്ന് നിന്നപ്പോ തുടങ്ങിയതാണല്ലോ 1000 ചോദ്യങ്ങൾ. മാവേലി മാവേലി എന്ന് പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോടാ? മിസ്റ്റർ മാവേലി, മലയാളികളോട് കളിക്കരുത്. എടോ ഡൂപ്പേ, മലയാളിയുടെ സ്പെല്ലിംഗ് എന്തടോ? MALAYAL. അതെന്താന്ന് ഞാൻ പറഞ്ഞു തരാം. മറ്റുള്ള ആളുകളുടെ ലൈഫ് അലങ്കോലമാക്കാൻ യാതൊരു അറപ്പും ലെവലാശമില്ലാത്തവൻ, അതാണ് മലയാളി. പോടാ. എല്ലാരും പോയി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോ എന്തൊരാശ്വാസം. ഒരു ഇടിവെട്ടും മഴയും കഴിഞ്ഞ പോലെ. അതെ അതെ. ദേ, നല്ല വിനയുള്ള പത്രക്കാരൻ ഇങ്ങനെ എന്നാ സ്വീകരിക്കണേ? നമസ്കാരം മാവേലി, ഞാൻ നിതീഷ് കുമാർ, 37 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല, നല്ല ആലോചനകൾ ക്ഷണിക്കുന്നു. എന്തൊക്കെയാണ് പാതാളത്തിലെ പുതിയ വിശേഷങ്ങൾ? തിരുമേനി, മറ്റുള്ളവരൊക്കെ ചാറ്റൽ മഴയായിരുന്നു. ഈ പത്രക്കാരെ സുനാമിയാണ്, സുനാമി. സ്പഷ്ടവും സ്പുഷ്ടവും ദൃഷ്ടവുമായ ഭാഷയിൽ പറയൂ മാവേലി, അങ്ങ് എങ്ങനെയാണ് പാതാളത്തിലെത്തിപ്പെട്ടത്? വാമനൻ ചവിട്ടിയതാണെന്ന് പറയുന്നു, മാവേലി സ്വയം താഴ്ന്നു പോയതാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മനഃപൂർവ്വമാണോ വാമനൻ ചവിട്ടി താഴ്ത്തിയത്? അതല്ലെങ്കിൽ കൊട്ടേഷൻ ഏൽപ്പിച്ച് ചവിട്ടി താഴ്ത്തുകയായിരുന്നു? അല്ലെങ്കിൽ അബദ്ധവശാൽ താഴ്ന്നു പോയതാണോ? ഇതൊന്നുമല്ലെങ്കിൽ കാലിനടിയിൽ തല വെച്ചു കൊടുത്തതാണോ? എന്താണ് യാഥാർത്ഥ്യം? ഇതിന് മറുപടി പറയുന്നതിനേക്കാൾ നല്ലത് ട്രെയിനിന്റെ അടിയിൽ കൊണ്ടുപോയി തല വെച്ചു കൊടുക്കുന്നതാ. അതെ, അതൊരു 3 അടി മണ്ണിന്റെ. ആ 3 അടി മണ്ണിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയേണ്ടത്. അതിന് മുന്നാധാരമുണ്ടായിരുന്നോ, പിന്നാധാരമുണ്ടായിരുന്നോ? അത് രവീന്ദ്രൻ പട്ടയമായിരുന്നോ, സുരേന്ദ്രൻ പട്ടയമായിരുന്നോ? പോക്കുവരവ് സത്യത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു? ഏത് വില്ലേജ് ഓഫീസിലാണ് അത് രജിസ്റ്റർ ചെയ്തത്? സത്യത്തിൽ അത് കയ്യേറ്റ ഭൂമിയായിരുന്നു. ഇവനെ ഞാൻ കയ്യേറ്റം ചെയ്യേണ്ടി വരും. അതുപോലെ മറ്റൊരു ചോദ്യം. പാതാളവാസൻ, മാവേലി, മഹാബലി, ഓണത്തപ്പൻ, കുടവയറൻ, നിരവധി പേരുകളിലാണ് താങ്കൾ അറിയപ്പെടുന്നത്. സത്യത്തിൽ ഇത് ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയുള്ള പേരാണോ? എന്താണ് SSLC ബുക്കിലെ യഥാർത്ഥ പേര്? സൽപ്പേര് മാവേലിക്കുട്ടി. അത് കൊള്ളാം, നല്ല പേര്. തിരുമേനി, ഇവ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിന്നാൽ നമ്മൾ പാതാളത്തില് അടുത്ത ക്രിസ്തുമസിനെ എത്തത്തുള്ളൂ. ഒന്നുകിൽ ഇവ ചോദ്യം നിർത്തണം, അല്ലെങ്കിൽ നമ്മളെ ഉത്തരം പറയാൻ അനുവദിക്കണം. എന്തോ നാടേ ഇത്. എന്റെ ഈശ്വരന്മാരെ, ഇവന്റെ ഈ ചോദ്യം ചെയ്യൽ നിർത്തലായിട്ട് ആരും ഇവിടെ. അവസാനമായി ഒരു ചോദ്യം കൂടി. സത്യത്തിൽ എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്? അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്? ഞാൻ ഇതുപോലൊരു TV റിപ്പോർട്ടർ തലക്കടിച്ചു കൊന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നിതീഷ് കുമാർ, മിണ്ടാവിഷൻ. അതെ, ഈയിടെ ഇവിടെ എത്തിയ പുതിയ അതിഥികളെ നാം കണ്ടില്ലല്ലോ. അതായത് സ്വാമിമാരെ. അത് പിന്നെ അവർക്കൊന്നും ഈ ആഘോഷത്തിൽ യാതൊരു താല്പര്യമില്ല. എങ്ങനെ താല്പര്യം കാണും? അവര് പുറത്ത് കുറെ ആഘോഷിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. പൂജയില്ലാതെ അവർക്ക് എന്താഘോഷം? ആയിരിക്കുന്നതാണ് സ്വാമിമാർ. അവിടെ എന്തോ പുകയുന്നുണ്ടല്ലോ. എന്താ അവിടെ വല്ല കർമ്മം നടക്കുന്നുണ്ടോ? അവരെന്തോ പൂജയിലാണെന്ന് തോന്നുന്നു. പൂജയിലോ? പൂജയല്ല പൂജ. ഈ സ്റ്റീവ് വെച്ചിട്ട് ഇങ്ങനെ സ്വാഹ സ്വാഹ. അത് തന്നെ, അതെനിക്ക് മനസ്സിലായി. തിരുമേനി, നടുക്ക് പുകയിട്ട് ആ പുകമറയിലൂടെ പുള്ളികൾ രക്ഷപ്പെടാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. തിരുമേനി കേട്ടിട്ടില്ലേ, പുകഞ്ഞ പുള്ളി പുറത്തത്? ഏടോ, പുകഞ്ഞ പുള്ളിന്നല്ല, പുകഞ്ഞ കൊള്ളികൾ എന്ന് പറയാ. കൊള്ളികളല്ല, അവരാണ് വിളഞ്ഞ പുള്ളികൾ. എത്ര പുകച്ചാലും ഈ പണ്ടാരെ കുട്ടികൾ പോവില്ല. ഓ, ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടില്ല ജയിൽ വളർത്തുന്ന ചീട്ട് കളിക്കരുന്ന്. ആട്ടെ, എന്താ സ്വാമി ചെയ്ത തെറ്റ്? ഞാൻ സസ്യങ്ങളെയും ചെടികളെയും സ്നേഹിച്ചു. ചെടികൾ നട്ട് വെള്ളമൊഴിച്ചു പരിപാലിച്ചു. പക്ഷെ ആ ചെടികൾ കഞ്ചാവാണെന്ന് മാത്രം. ഓ, കഞ്ചാവ് സ്വാമി, ഇങ്ങോട്ട് മാറി നിൽക്ക്. അതിരിക്കട്ടെ, ഈ ഓറഞ്ച് സ്വാമി എന്ത് തെറ്റാ ചെയ്തേ? ഞാനൊരു തന്ത്രിയാണ്. ഞാനൊരു വിവാഹം കഴിച്ചു. അല്ല മാവേലി, ഈ തന്ത്രിമാർക്കെന്താ വിവാഹം കഴിച്ചുകൂടെ? ഞാൻ ചെയ്തത് തെറ്റാണോ? ശരിയാണല്ലോ. ഇയാൾ എന്ത് തെറ്റാ ചെയ്തേ? തന്ത്രിമാർക്ക് കെട്ടാൻ പാടില്ലേ? കെട്ടാം, പക്ഷേ തന്ത്രി കെട്ടിയത് 12 കാര്യമാണ്. അതുകൊണ്ട് 12 കൊല്ലം ജീവ 12. സ്വാമി മാറാ. കൊള്ളാലോ,
മഹാത്മാവേ അങ്ങ് ചെയ്ത തെറ്റെന്താണാവോ? ഞാൻ പറയാം മാവേലി കുഞ്ഞേ, ഏ? ഞാനൊരു പാവപ്പെട്ട ചെറുപ്പക്കാരന് വികലാംഗ പെൻഷൻ ശരിയാക്കി കൊടുത്ത് അതാണ് ഞാൻ ചെയ്ത കുറ്റം. അതെ, ഇയാളുടെ പ്രവൃത്തികൾ ചോദ്യം ചെയ്ത ഒരു പാവപ്പെട്ടവനെ ഗുണ്ടകളെ വിട്ട് കയ്യും കാലും തല്ലി ഓടിച്ചു. ഇപ്പോൾ അയാൾ വീട്ടിലിരുന്ന് വികലാംഗ പെൻഷൻ വാങ്ങുന്നു. ഇവന്മാരെ ആൾക്കാർ കൊള്ളാലോ. എന്താ സംശയം? ഇവരൊക്കെ നിസ്സാരന്മാർ. ഇവരെക്കാൾ വലിയൊരു സ്വാമിയുണ്ട്. എന്നിട്ട് ആ സ്വാമി എവിടെ? ബാങ്കിൽ പോയിരിക്കുകയാണ്. ബാങ്കിലോ? കാശ് ഇടാനോ അതോ എടുക്കാനോ? No, 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 no. ബാങ്കിൽ ലോക്കറിലിരിക്കുന്ന CD എടുക്കുവാൻ തെളിവെടുപ്പിന്. ഈ സ്വാമിമാരൊന്നുമല്ല സ്വാമിമാർ. ആ സ്വാമി എന്ന് പറഞ്ഞാൽ ഓരോന്നൊന്നര സ്വാമി വഴി. കർത്താവേ, ഇവിടെ ഇങ്ങും ആരുമില്ലേ? ദിലീപേ, ദിലീപേ, ദിലീപ്, ദിലീപ് സഹോദര. അച്ഛനോ? ഒച്ചോട്ടപ്പം ഞാൻ വിചാരിച്ചത് കച്ചറ പിച്ചക്കാരനായിരിക്കും. ഈശോമിശിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. എപ്പോഴും എല്ലായ്പ്പോഴും തിരക്കായിരിക്കട്ടെ. അതെന്താ എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്നല്ലേ? അതൊക്കെ മാറ്റിയ? അതൊക്കെ ഞാൻ മാറ്റി. കാരണം ദിലീപ് ഒരു സിനിമാ താരമല്ലേ. അപ്പോൾ നിങ്ങൾ സെറ്റിൽ നിന്നും സെറ്റിലേക്ക് പോകുന്ന ഒരു തിരക്കുള്ള നടുനാകട്ടെ എന്ന് ആശംസിച്ചതാണ്. എപ്പോഴും തിരക്കായിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. അച്ഛന്റെ നാക്ക് പൊന്നാവട്ടെ. അത് വേണോ? എന്റെ നാവ് പൊന്നാവുകയാണെങ്കിൽ ഞാൻ മേടയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കള്ളന്മാർ കയറി വന്ന എന്റെ നാക്ക് കട്ട് ചെയ്ത് മറിച്ച് വെക്കും. ഓ, ഇരിക്കച്ചക്ക. ഇരിക്കച്ചക്കയോ വരിക്കച്ചക്ക എന്ന് കേട്ടിട്ടുണ്ട്. ഇരിക്കച്ചോ. വേറെന്തിനോ ഇരിക്കുന്ന പോലെ ഞാനൊന്ന് ചിന്തിച്ചിരുന്നതാണ്. പക്ഷെ കുന്തിച്ചിരുന്ന പോലെ. അച്ഛനിപ്പോ ഇങ്ങോട്ട് വന്ന കാര്യം? ഞാൻ വന്നത് ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് ദിലീപിനെ ക്ഷണിക്കാനാണ്. എന്ത് ഷോറൂമാ? ജ്വല്ലറി അതോ ടെക്സ്റ്റൈലാ? അതൊന്നുമല്ല, ഇതൊരു കുമ്പസാര ഷോറൂമിന്റെ അല്ലെങ്കിൽ കുമ്പസാര ഹാളിന്റെ ഉദ്ഘാടനമാണ്. കുമ്പസാര ഹാളാ? കുമ്പസാര കൂടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ല ചേച്ചി, കുമ്പസാരം എന്ന് പറയുന്നത് നമ്മൾ പാപം ചെയ്ത് കഴിഞ്ഞിട്ട് രഹസ്യമായിട്ട് ഏറ്റു പറയുന്നല്ലേ? അതിനിപ്പോ ഒരു ഹാളൊക്കെ പണിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദിലീപേ, എന്റെ ഇടവകയില് പാവികൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ പാവികളെയും കൂട്ടിലിരുത്താൻ സ്പേസ് ഇല്ലാത്ത കാരണം ഞങ്ങൾ 1500 സ്ക്വയർ ഫീറ്റില് പള്ളികളിലെ പാവികളെല്ലാരും കൂടി ചേർന്ന് പിരിവെടുത്തുണ്ടാക്കിയ ഹാളാണിത്. അല്ലച്ചോ, അതിന് ഞാൻ തന്നെ വേണോ? പിന്നെ വിടില്ല ഞാൻ. ഒരു സൂപ്പർ സ്റ്റാർ വന്ന് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പബ്ലിസിറ്റി കിട്ടും. എനിക്കും പള്ളിക്കും പാവികൾ തിങ്ങി നിറയും. അതെ, ഈ കുമ്പസാര ഹാളിന്റെ ഒരു ഉദ്ഘാടനം എന്നൊക്കെ പറയുമ്പോ എങ്ങനെയാ? പറയാം. കുമ്പസാര ഹാളിന്റെ ചുറ്റും ഒരു റിബൺ കെട്ടിയിട്ടുണ്ടായിരിക്കും. ആ റിബൺ ഒരു കത്രിക വെച്ച് മുറിക്കുക. അതിനുശേഷം ദിലീപ് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ഒരു തരക്കേടില്ലാത്ത പാപം മൈക്കിലൂടെ എന്റെ കാതിൽ പറയുക. അത് കേട്ടിരിക്കുന്ന ഓഡിയൻസ് കൈയടിക്കും. അതോടെ ഉദ്ഘാടനം കഴിയും. അതിന് ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ലല്ലോ അച്ഛോ. ഡോണ്ട് വറി ദിലീപ്, ഡോണ്ട് വറി, ബി ഹാപ്പി. ഒരു കാപ്പി. ഒക്ടോബർ 4-ാം തീയതിയിലെ ഉദ്ഘാടനം. അപ്പോൾ ഒക്ടോബർ 1-ാം തീയതിയോ 2-ാം തീയതിയോ 3-ാം തീയതിയോ പോട്ടെ, 4-ാം തീയതി വെളുപ്പിനെങ്കിലും ഒരു കളർഫുൾ, കാതിന് ഇമ്പമാർന്ന, മൂക്കത്ത് വിരൽ വെക്കുന്ന, ആര് കേട്ടാലും ഹയ്യേ ഇവൻ ഇത്രക്കാരനാണോ എന്ന് ചോദിക്കുന്ന ഒരു കളർഫുൾ തരക്കേടില്ലാത്ത ഒരു പാപം ചെയ്തതിനു ശേഷം എന്റെ കാതിൽ വന്ന് പറഞ്ഞാൽ മതി. ശരി, ഒക്ടോബർ 4 അല്ലേ? ഒക്ടോബർ 4. അപ്പൊ ഞാൻ വന്നാല് അച്ഛൻ പബ്ലിസിറ്റി കൊടുക്കോ? പിന്നെ 10,000 നോട്ടീസ് ഞാൻ അടിക്കും. അതെന്താ 10,001 കണക്ക്? 10,000 നോട്ടീസ് ഇടവക മതിലുകളിൽ ഞാൻ ഒട്ടിക്കും. ഒരു നോട്ടീസിന്റെ നെഞ്ചത്ത് ഒട്ടിക്കും. നെഞ്ചത്തൊട്ടിക്ക് നല്ല പബ്ലിസിറ്റി ആയിരിക്കും. അപ്പൊ എന്തായാലും ഉദ്ഘാടനത്തിന് അന്ന് തന്നെ ഞാൻ ഒരു പാപം ചെയ്യാൻ തീരുമാനിച്ചു. കർത്താവേ, എന്റെ ജീവൻ ധന്യമായി. ദിലീപേ, എന്തായിരിക്കും അന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാപം? അത് ഞാൻ അവിടെ കൂടി നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ വെച്ച് പറയാം, അറിയിക്കാം അച്ഛോ. അന്ന് എന്നോട് പറയേണ്ടതല്ലേ? ഇപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞ് പാപമില്ല. ആ പാപം നേരത്തെ അറിയുന്നതുകൊണ്ട് ഒരു പാപവുമില്ല. പറയൂത്തില്ലേ? അത് നമ്മൾ രണ്ടുപേരിൽ ഒതുങ്ങി പോവാ അച്ഛോ. എനിക്കത് കേൾക്കാനിട്ട് എന്തോ പോലെ. ഒന്ന് പറയൂ, എന്തായിരിക്കും ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിർബന്ധിച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു പോവാ. എന്നോടൊന്ന് പറഞ്ഞുകൂടെ? അപ്പോ ഒക്ടോബർ 4-ാം തീയതിയാണ് അച്ഛൻ വെച്ചിരിക്കുന്നത്. ഒക്ടോബർ 4-ാം തീയതി 10 AM. 10 AM. എല്ലാവരും അച്ഛൻ വിളിച്ചിട്ടുണ്ട്. എപ്പോ വിളിച്ചെന്ന് ചോദിച്ചാ മതി. എന്നെ വിളിച്ചോട്ടെന്നാലും പബ്ലിസിറ്റി അച്ഛൻ ഇങ്ങനെ ആയാലും വിലസ് നടക്കുകയായിരിക്കും. എപ്പോ വിലസി എന്ന് ചോദിച്ചാ മതി. കൃത്യം 10 AM. 10 AM ഞാൻ കാറിൽ വരും, ട്രെയിനിൽ, ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റിൽ വരും. പിന്നെ എങ്ങനെ വരും? ഞാൻ വരേയില്ല.
വരാന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുന്നത് വലിയ പാപല്ല അച്ചോ. അത് പാപം മാത്രമല്ല, എന്റെ മൂലമറ്റത്തിട്ട് കിട്ടുന്ന ഒരു പണി കൂടിയായിരിക്കും. അതോടെ എന്റെ എല്ലാ ഡാമ്പുകളും തകരും. ഇടവക്കാരന്റെ മുതുകത്ത് പൊതുയോഗം കൂടും. അവരുടെ ഫ്യൂസ് വലിച്ചൂരി എന്റെ ജീവിതം പവർ കട്ടിലാക്കും. അതുകൊണ്ട് ദിലീപ് സഹോദര, വരാന്ന് പറഞ്ഞിട്ട് വരാതിരിക്കല്ലേ. വരാതിരുന്നാൽ ഈ അച്ഛന്റെ പരാതി തീരൂല്ല. അച്ഛൻ ഈ നാടും പാട്ടൊന്നും പാടി എന്നെ മയക്കാൻ നോക്കണ്ട. അച്ഛമ്മേ സ്ഥലം വിട്, നടക്കണ കാര്യമില്ല അതൊന്നും. എങ്കിൽ പോട്ടെ, ദിലീപിന് വരാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട. പരിചയത്തിന്റെ പുറത്ത് മമ്മൂട്ടിയെയോ മോഹൻലാലിയോ സുരേഷ് ഗോപിയെ കിട്ടുമോ? പിന്നെ കിട്ടുമോ? വേഗം ചെല്ലേ, അവരുടെ കയ്യിൽ നിന്ന് കിട്ടും. പോയാ ഇതെന്തച്ഛനാണത്? ഒരച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നന്നാക്കാനല്ലേ ശ്രമിക്കേണ്ടത്. ഇത് പാപികളെ സൃഷ്ടിക്കാനൊരച്ഛൻ, പാപികളെ പ്രോത്സാഹിപ്പിക്കുക, അതിന് വേണ്ടിയിട്ട് കുമ്പസാര ഹാള് പണിയുക. ഇങ്ങനെയുള്ള അച്ഛന്മാരൊക്കെ ഒഴിവാക്കാനേ ഏതേ ഉള്ളൊരു പണി. എന്നോട് ദേഷ്യം തോന്നല്ലേ? കുമ്പസാരക്കൂട് ഉദ്ഘാടനത്തിന് ദിലീപ് വരില്ല എന്ന് പറയുന്നു. വരില്ലെങ്കിൽ വേണ്ട, മലയാളത്തിൽ നിന്നും ഒരു നടനെയും വേണ്ട, നമുക്ക് ഹിന്ദിയിൽ നിന്നും തപ്പാം. അമിതാഭ് ബച്ചന്റെ നമ്പർ ഏത് ഇടവക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് നീ അന്വേഷിക്കുക. അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ ഷാറൂഖ് ഖാനെയോ സൽമാൻ ഖാനെയോ അംജദ് ഖാനെയോ വിളിക്കുക. ശരി ശരി ശരി. കർത്താവേ, ആ ബൈജു ആണല്ലോ വരുന്നത്. ഇങ്ങോട്ടാണല്ലോ. പോവല്ലേ? അത് ശരി. ബൈജു സുഖമാണോ? എന്താണ് പറയാൻ പ്ലാൻ ചെയ്യുന്നത്? അത് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്ന ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതെന്തുമായിക്കോട്ടെ, നീ വന്ന കാര്യം പറ. എനിക്കൊന്ന് കുമ്പസാരിക്കണം. അടിച്ച് കോൺ തെറ്റിയിട്ടാണോ കുമ്പസാരിക്കാൻ വരുന്നത്? അയ്യ, അതെന്താന്നറിയോ, ഈ കുമ്പസാരിക്കാൻ ഒരു മൂട് വേണ്ടേ, അതിനാണ് ഞാൻ 2 എണ്ണം വിട്ടിട്ട് വന്നത്. എങ്കിൽ നീ ആ കുമ്പസാര മൂടിക്കളയാതെ ആ കുമ്പസാര കൂട്ടിലേക്ക് കയറിയിരിക്കൂ. അതൊക്കെ പോട്ടെ, ഇതെല്ലാം സ്ട്രോങ് പാപമാണോ ചെയ്തിരിക്കുന്നത്? സ്ട്രോങ് ആണോ? ഞാൻ സ്ട്രോങ് ഇല്ലാത്ത പാവം വല്ലതും ചെയ്യും. അച്ഛനെ കൊണ്ട് വന്ന് സൂപ്പർ സ്ട്രോങ് ആയില്ല. എന്നാ പിന്നെ അതിന്റെ സ്ട്രോങ് പാപം നമുക്ക് കേൾക്കാം. വരുവേ, പറയൂ ബൈജു, നീ ചെയ്ത പാപങ്ങൾ എന്തൊക്കെയാണ്? അച്ഛോ, ഇന്നലെ എൻ്റെ വീട്ടിൽ എൻ്റെ അളിയിലും പെങ്ങളും വന്നാൽ. അളിയനും പെങ്ങളും വീട്ടിൽ വരുന്നത് പാപമല്ല, അതിന് കുമ്പസാരിക്കേണ്ട കാര്യമില്ല. അച്ഛോ, അതല്ല, അളിയനും പെങ്ങളും വീട്ടിൽ വന്നപ്പോഴേ അവർക്ക് ഞാൻ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും. വീട്ടിൽ വരുന്ന അളിയനും പെങ്ങൾക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? അതിന് കുമ്പസാരിക്കേണ്ട കാര്യമില്ല. അല്ല, ഈ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാ ഇവിടുത്തെ പള്ളിയിലെ നേർച്ചക്കൂലി ഞാൻ മോട്ടിക്കൊണ്ട് പോയി ഉണ്ടാക്കി കൊടുത്ത. കർത്താവേ, നേർച്ചക്കൂലിയെ പിടിച്ച് അളിയന് ഫ്രൈ ആക്കി കൊടുത്തതിനോട് കർത്താവ് പൊറുക്കില്ല. നീ ഇതൊക്കെ എവിടെ കൊണ്ടുപോയി തീർക്കും? വാങ്ങിച്ചു വെച്ചപ്പോ ഞാനും വിചാരിച്ചത് എങ്ങനെ തീർക്കുന്നു. പക്ഷെ അളിയിലും ഞാനൊരു ഫുള്ളായിട്ട് ഇരുന്നപ്പോ സാധനം തീർന്നറിഞ്ഞില്ല. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നീ ചെയ്ത പാപമൊക്കെ ഇവിടെ കൊണ്ടുപോയി തീർക്കുമെന്നാണ്. അതിനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. അച്ഛനല്ലോ പറഞ്ഞ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ ദൈവം പാവം പൊറുക്കും, പാവം പൊറുക്കും. ഇപ്പൊ റൂട്ട് മാറ്റി പറഞ്ഞോണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ഉള്ള കാര്യം ശരി ശരി, നീ കുമ്പസാരിച്ച സ്ഥിതിക്ക് കർത്താവ് നിന്നോട് പൊറുത്തി തന്നിരിക്കുന്നു. നീ നേർച്ചക്കോഴിയുടെ പരിസരത്ത് ചെല്ലരുത്. ഇല്ല. പിന്നെ അച്ഛോ, പാപം നമ്പർ 2. ഈ പാപത്തിൽ നിന്നെങ്കിലും ഞാൻ എന്തെങ്കിലും പ്രതീക്ഷിക്കും. ഇതിൽ എന്തെങ്കിലും ഉണ്ടാകും. അതെ, വെള്ളമടിച്ചിട്ട് ചിക്കൻ ഫ്രൈ തിന്ന ആളിൽ എന്നോട് വണ്ടി കൂലി ചോദിച്ചപ്പോഴേ ഞാനൊരു 500 ഒരു വിധത്തിൽ ഞാൻ ഒപ്പിച്ചു കൊടുത്ത്. അങ്ങനൊരു പാപം കൂടി ഞാൻ ചെയ്തോ. ഒരറ്റാടി ഞാൻ വെച്ചേരും. ഞാൻ വണ്ടി കൂലിയില്ലാത്ത അളിയന് 100 രൂപ ചോദിച്ചപ്പോൾ 500 രൂപ ഒപ്പിച്ചു കൊടുത്ത നീ ചെയ്തത് പാപമല്ല. അതിന് കുമ്പസാരിക്കേണ്ട കാര്യമില്ല. അതൊരു സൽപ്രവൃത്തിയാണ്, ഒരു പുണ്യമാണ്. ദൈവമേ, പക്ഷെ വേറൊരു കാര്യമുണ്ട് അച്ഛൻ. അതെ, ഞാൻ ഈ പള്ളിയുടെ നേർച്ചപ്പെട്ടിന്ന് ഈർക്കിലോണ്ട് കുത്തിയെടുത്തു. കർത്താവേ, നേർച്ച കുത്തിയാകപ്പാടെ ഉണ്ടായിരുന്ന കാശാണോ നീ ഈർക്കിലിട്ട് കുത്തി അളിയന് കൊടുത്തത്? നിന്നോട് കർത്താവ് പൊറുക്കില്ലടാ. അച്ഛനല്ല പറഞ്ഞ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ പാവം പൊറുക്കുന്നു. ശരി 500 രൂപ നേർച്ചക്കുറ്റിന്ന് കൂത്തിയെടുത്തത് കർത്താവ് നിന്നോട് വെറുത്തിരിക്കുന്നു. ഇനി കുത്താൻ നീ നേർച്ചക്കുറ്റിയുടെ പരിസരത്തി എന്നാൽ നിന്റെ ബാക്കിയിട്ട് കുത്ത് ഞാൻ. അച്ഛോ, ഞാൻ വേറൊരു പാപം കൂടി ചെയ്തു. പറയൂ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാപം. ആ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാപത്തിലെങ്കിലും ഞാൻ എന്തെങ്കിലും കഴമ്പ് പ്രതീക്ഷിക്കും. കഴമ്പ്, കൊമ്പിന്റെ ഇമ്പ്, അമ്പിന്റെ ഇമ്പ്. ആവശ്യമില്ലാത്ത മനസ്സിൽ കരുതി അടിക്കും ഞാൻ നിന്നെ. പറയൂ, നീ ചെയ്ത ലേറ്റസ്റ്റ് പാപം. അതായത് ഞാൻ ഈ അടിക്കാൻ പോണ 15 പൈസ എവിടെ നിന്ന് സംഘടിപ്പിച്ചാന്ന് അച്ഛനറിയാം. എവിടെ നിന്നാണ്? നമ്മൾ രണ്ടും കൂടി ഇങ്ങോട്ട് നടന്നു വന്നിട്ട് അപ്പൊ ഞാൻ അച്ഛന്റെ ലോഹയെന്ന് അടിച്ചു മാറ്റി. ആണോ? കർത്താവേ, എന്റെ ലോഹിൽ നിന്ന് കാശ് കട്ടെടുത്തിരിക്കുന്നു. കള്ളൻ, പിടിക്കവനെ.
കർത്താവേ, കൈയിട്ടപ്പോൾ കയ്യിലെ മോതിരം പോയി. ഭാഗ്യം ഞാൻ തലയിടാഞ്ഞത്, അല്ലെങ്കിൽ മാല പോയാൽ. ബെർലടെ പോണേ കട്ടിയില്ലേ? അല്ല, സാനിയ മിർസയെ കണ്ട ആരാധകർ വളഞ്ഞു. പടച്ചോനെ, ഈ പെണ്ണുമുള്ളയെ കണ്ട് വളയാൻ മാത്രം എന്ത് സിദ്ധിയായി പെണ്ണുമുള്ളയ്ക്കുള്ളേ? അത് അവക്കടെ സിദ്ധി കണ്ടിട്ടൊന്നും വളയണതല്ല, പിന്നെ അവളിട്ടേക്കുന്ന ഡ്രസ് കണ്ടിട്ട് വളയണല്ലേ. അവളൊരു പർദ്ദയിട്ട് കളിച്ചോക്കട്ടെ, ഒരു ബലാലുകൾ ആ വശത്തുണ്ടാവൂല. അല്ല, സാനിയ മിർസ എരുമേ. ജബ്ബാരെ, നമ്മുടെ എരുമേനെ അയച്ചോട്ടോ, അല്ലെങ്കിൽ അത് കയറ് പൊട്ടിക്കും. നിങ്ങൾ പാടിക്കോ. എരുമേ വന്ന് കിട്ടിപ്പോയി. എരുമേലി പേട്ടതുള്ളി അയ്യപ്പത്തിന്റെ കത്തോ, എരുമേലി പേട്ടതുള്ളി അയ്യപ്പത്തിന്റെ കത്തോ. അല്ലോ, ഈ എരുമയ്ക്ക് വേണ്ടിട്ടാണ് മറ്റേ എരുമേനെ അയച്ചുവിട്ടത്. ഇതെന്ത് പാട്ടാണ് മനുഷ്യനെ? എടി, ഇതാണ് ദൈവോസ്ല സോങ്സ്, അതായത് ഭക്തി ഗാനം. എന്റെ ഭർത്താവേ, ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ ഭക്തി ഉണ്ടാവൂല. ഫസ്റ്റ് ഇടണമെങ്കിലേ പഴയ ക്ലാസിക്കൽ പാട്ട് തന്നെ പാടണം. ക്ലാസിക്കലാ? എന്ത് സാധനോ? ഈ സരിയമ്മയൊക്കെ കുത്തിയടച്ചിരിക്കണ പടപടാന്ന് പറഞ്ഞ പാടച്ചോനെ അതാ. എന്നാ പിടിച്ചോ, കേക്കട്ടെ. ഇതല്ല, അടുത്തേനാണ് കയ്യടി കിട്ടുന്നത്. പിടിച്ചോ. നിങ്ങൾ ആള് അന്നേ തേടി പഠിച്ചോനെ, സംഗതി പോയിന്നാ തോന്നണേ. ബടി എവിടെ? അറിയോ? നീ എന്താ നമ്മളെ തലക്കടിച്ചത്? എന്റെ മനുഷ്യനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വടിക്കടിക്കണം. അതിന് ആർക്കും ഇവിടെ ഷോക്ക് അടിച്ചത്? നിങ്ങൾ പാട്ട് പാടിയിട്ട് സ്റ്റക്കായിട്ട് നിന്നില്ലേ, അപ്പൊ നമുക്ക് ഷോക്ക് അടിച്ച്. അപ്പൊ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ബടിക്കണം. ആ ബടി നിനക്ക് ഇപ്പൊ ഷോക്ക് അടിച്ചു. ഇതാണ് അടിക്കേണ്ട നേരത്ത് അടി കിട്ടാത്തന്റെ കുഴപ്പമുള്ളത്. ഇനി മുണ്ടൂല്ല, നല്ല മുഖം. ഇത് കണ്ടിന്യൂ ചെയ്തോ. ഇനി മനസ്സമാധാനായിട്ട് വേറൊരു പാട്ട് പാടാം. ഒരു ഫാസ്റ്റ് നമ്പർ തന്നെ ആയിക്കോട്ടെ. चाहे 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 मुझे कोई चंगीली काहे, चाहे मुझे कोई चंगीली काहे. याहू ഉണ്ടരുത്. യാഹൂ കോറസ് വേണ്ട. യാഹൂ അന്നടലി പറഞ്ഞ കൂടെ പാടല്ലേന്ന് നമ്മള് പാടിയില്ല. ചാള വേണോ? ചാള. ചാളമേരിയായിരുന്ന ചേട്ടാനെ ഊളെ. ആ മേരി, നിങ്ങളെ ഞാൻ കൊല്ലണോ? ചാള വേണോ? ചാളൊന്നും വേണ്ട. പിന്നെ എന്തിനാ എന്നെ വിളിച്ചു കൂവിയത്? ആര് വിളിച്ചു കൂവി? നമ്മള് പാട്ട് പാടിയതല്ലേ. അതെ, ഇങ്ങേര് പാട്ട് പാടി കഴിഞ്ഞാൽ സാധാരണ നാട്ടുകാരാണ് കൂവണത്. ഇന്ന് ഓഡിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങേര് എന്നെ പാടി ഇങ്ങേര് എന്നെ കൂവിക്കൊണ്ട് കിടക്കാണ്. ഇതെന്താണ് തക്കാളി പെട്ടിയൊക്കെ? തൊറ്റടി വെച്ചതണ്ടല്ല, ഇത് തക്കാളി പെട്ടി അല്ലത്, ഇത് വീണയല്ലേ. അപ്പൊ ഇന്നാള് പറഞ്ഞ് തമ്പുരുവാണെന്ന്. തമ്പൂര് എന്ന് പറഞ്ഞ ദീസാനല്ലേ. എന്റെ മേരി പാട്ട് പ്രാക്ടീസ് ആണ്. പിന്നെ കുഴിയിലോട്ട് കാൽ നീട്ടിരിക്കുന്ന സമയത്ത് പാട്ട് പാട്ട്. ഇപ്പൊ എല്ലാ ടിവിയിലും റിയാലിറ്റി ഷോന്റെ അസുഖല്ലേ? ബൈ കൂടെ പോണ ധർമ്മക്കാർക്ക് വരെ ചാൻസ് ആണ്. അങ്ങനെ ഞമ്മക്കും കിട്ടി ഒരു ചാൻസ്. ഞങ്ങള് രണ്ടുപേരുണ്ട്. ഷോയിന്റെ പേരെന്താന്നറിയാമോ? എല്ലാരും തുള്ളണ്. എന്റെ മേരി ഭർത്താനം പറഞ്ഞിരിക്കാൻ നേരൂല. റിയാലിറ്റി ഷോക്കുള്ള സമയം ഷർട്ട് എടുത്തേ. എങ്ങനെ പോകാനാണ്? ഇന്ന് വണ്ടിയൊന്നും ഓർന്നില്ല. എന്താ വണ്ടി ഓടാത്തെ? ഹർത്താലാണ്. ഈ മാസം തന്നെ 10ാമത്തെ ഉള്ളത്. ഇത് എന്തിന്റെ പേരിലെ പുതിയ ഹർത്താല്? അതായത് 7ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠം തന്നെയാണ് പ്രശ്നം. നിങ്ങൾക്കറിയണോ? ഇതൊന്നും അറിയാണ്ടാണ് ഞാൻ ചന്തയിൽ പോയത്. ചാള മേടിച്ച് തിരിഞ്ഞു നോക്കിയപ്പോ കേക്കണ് ഹർത്താലാണെന്ന്. അവിടെയൊക്കെ നോക്കിയപ്പോ ചാള പൊതിയാനൊരു പേപ്പർ പോലും ഇല്ല. തൊട്ടടുത്ത ജംഗ്ഷനിൽ നോക്കിയപ്പോ കിടക്കണ ഒരു കെട്ട് സാമൂഹ്യ പാഠം. ആരാണ് ഈ സാമൂഹ്യ പാഠത്തിന് കുറ്റം പറയണത്? നല്ല ഒന്നാം തരം സാമൂഹ്യ പാഠം. 2 പേപ്പർ കീറിയ 2 കിലോ ചാള അസലായിട്ട് പൊതിയ. അത്ര നല്ല കട്ടുള്ള പേപ്പറാണ്. എന്നാ മേരി,
ആ വിവാദമായ പേജിൽ തന്നെ 2 കിലോ ശാളകട് പോഞ്ഞെടുത്തേ. അതെന്തിനാണ് മനുഷ്യനെ ഈ വിവാദമായ പേജിൽ തന്നെ? എന്തായാലും നാറി ഇനി അങ്ങോട്ട് ചീഞ്ഞ് നാറട്ടേന്ന്. അല്ല, ഇത്ര മാത്രം ചീഞ്ഞു നാറാനായിട്ട് അതിനകത്ത് എന്താ പ്രശ്നം? ഈ സമൂഹത്തിലുള്ളവരെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇറക്കിയ പുസ്തകമാണല്ലോ സാമൂഹ്യ പാഠം. എന്ന് വെച്ചാ ഇത് വായിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. നാട്ടുകാരെ, വീട്ടുകാരെ, സുഹൃത്തുക്കളെ, 7ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠം പാഠപുസ്തകം നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വാഹന പ്രചരണ ജാഥയാണ് ഈ വഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നിങ്ങൾ അങ്ങോട്ടോ, ഞാനിപ്പോ വരാം. ഓക്കെ. പടച്ചോനെ, തേടിയ കിനാവുള്ളി കാലേ ചുറ്റി എന്ന് പറഞ്ഞ പോലെയല്ല. നേതാവിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്ന സമയത്ത് തന്നെ നേതാവ് അതെ തന്നെ, വിളിക്കാതെ തന്നെ എത്തി. ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ എപ്പോ തന്നെ ചോദിച്ചോ. തീരെ സമയമില്ല, ധൃതിയാണ്. ഇങ്ങനെ ധൃതി പിടിച്ച് എങ്ങനെ ഈ പായമ്പുലി പോണാരി പോണേ? അപ്പൊ നിങ്ങൾ ഇവിടെ ജീവിക്കുന്നത്? അതെ. ഒന്നും അറിഞ്ഞില്ല. ഇല്ല. 7ാം ക്ലാസ് പാഠപുസ്തകം, അതിനെതിരെ സെക്രട്ടേറിയറ്റില് ഉപരോധം. ഞാനാണ് മുന്നിൽ. എന്താണ് ഈ പാഠപുസ്തകത്തിന്റെ കുഴപ്പം? എന്താണ് മൊത്തം കുഴപ്പമാണ്? എന്താ കുഴപ്പമൊന്നോ? പാഠപുസ്തകത്തിൽ തവള. പടച്ചോനെ, പാടത്ത് തവള കയറിയത് കേട്ടിട്ടുണ്ട്. ഇത് പാഠപുസ്തകത്തിൽ തവള? അതാ പറഞ്ഞത് കുഴപ്പമാണ്, മൊത്തം കുഴപ്പമാണ്. നിങ്ങൾ ഈ കൊയലപ്പം എന്ന് പറയാതെ എന്താണ് കുഴപ്പം? അത് പറ. 7ാം ക്ലാസ്സിലെ പാഠപുസ്തകം കുഴപ്പമാണ്. എന്താ ഈ പറയണത്? 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ കുഴപ്പം എന്താണെന്ന് വായിച്ചു പറഞ്ഞ് മനസ്സിലാക്കി താ നേതാവേ. അതിന് പുസ്തകമില്ലല്ലോ. പുസ്തകമുണ്ടല്ലോ ഇന്ന്. ഇതാണ് പുസ്തകം. ഞാൻ വിചാരിച്ചു ബോബനും മോള് വരയ്ക്കുന്നു. ബോബനും മോളിയല്ല, ശിക്കാരി ശംഭു. അങ്ങോട്ട് വായിക്കും നേതാവേ. വായിക്കണമല്ലേ? വേണം. കാണാതെ പഠിച്ചൊക്കെ മറന്നു പോയി. ഇത് കുഴപ്പം. ഇവിടെ കുഴപ്പമാണ്. അയ്യേ, ഇത് കണ്ടോ, കുറെ കുട്ടികൾ മഴയത്ത് തലയും കുത്തി നിൽക്കണത്. എന്നെ നേതാവെ ആദ്യം പുസ്തകം തലതിരിച്ച് പിടിക്കും, നേരെ ജോയിന് പിടിക്കും. ഇത് മലയാളമായിരുന്നല്ലേ? അതാണ് ഇതിന്റെ കുഴപ്പം. ഇവിടെ സാമൂഹ്യ പാഠത്തിന് മാത്രമല്ല കുഴപ്പം, ഇവരെ പോലുള്ള നേതാക്കന്മാർ സ്കൂളിന്റെ പടി പോലും കണ്ടിട്ടില്ലല്ല. ഇവരാണ് ഏറ്റവും വലിയ കുഴപ്പക്കാർ. ഹലോ, എന്ത്? പോലീസുകാരനെ നെഞ്ചത്ത് കയറിച്ച നമ്മുടെ പാവപ്പെട്ട പ്രവർത്തകനെ പോലീസ് ഫോണിൽ വിളിച്ച് തെറി വിളിച്ചെന്നോ? ഇനി ഒന്നും നോക്കണ്ട, ആരെ കൊന്നിട്ടാണെങ്കിലും നാളെ കേരളം മുഴുവൻ ഹർത്താൽ. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ പ്രഗത്ഭരായ പലരെയും അവരുടെ പ്രസംഗങ്ങളും അവരുടെ രൂപവും ഭാവവും എല്ലാം നമുക്ക് ഒരുപാട് പോപ്പുലറാക്കി തന്നത് ദേമാവേലി കൊമ്പത്തെന്ന ഈ കാസറ്റിലൂടെ ഈ മിമിക്രി കലാകാരന്മാരാണ്. നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും സത്യമേവ ജയതേ എന്ന പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം. നമസ്കാരം. അയ്യോ, കേരളത്തിലെ പ്രമുഖരായ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ സത്യമേവ ജയതേ എന്ന പരിപാടി ഇവിടെ ആരംഭിക്കുന്നത്. വികസനത്തിന്റെ പാതയിൽ അമേരിക്കയും ജപ്പാനും റഷ്യയും ചൈനയും ഒക്കെ മുമ്പോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ അല്ലെങ്കിൽ കേരളം വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നതിനുള്ള ശക്തമായ മറുപടിയാണ് സത്യമേവ ജയതയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ ഉപകരണം. ഇനി ഈ ഉപകരണം ഞങ്ങൾ നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്താം. ഒറ്റനോട്ടത്തിൽ ഇതൊരു ടി വി ആണെന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു ടി വി അല്ല. ഇത് ഒരു പ്രത്യേകതരം ടി വി ആണ്. സോറി, ഒരു കമ്പ്യൂട്ടറാണ്. ഇതിൽ 2 ബൾബുകൾ ഞങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് പച്ച ബൾബും ഒന്ന് ചുമല ബൾബും. എന്താണിതെന്ന് ചോദിച്ചാൽ സത്യവും നുണയും തിരിച്ചറിയുന്ന 2 ബൾബുകളാണിത്. കാരണം ഇന്ന് ഈ പരിപാടിയിൽ ഞാൻ കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. സത്യമാണ് അവർ പറയുന്നതെങ്കിൽ ഇതിലെ പച്ച ബൾബും, നുണയാണ് അവർ പറയുന്നതെങ്കിൽ ഇതിലെ ചുമന്ന ബൾബും കത്തുന്നതായിരിക്കും. ഏതായാലും ഇന്നത്തെ ഈ പരിപാടിയിൽ കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ആദ്യമായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്, നമുക്കറിയാം വളരെ വിവാദമുണ്ടായിട്ടും ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ VS അച്യുമാമൻ, പ്രതിപക്ഷ നേതാവ് തൊമ്മൻ ചാണ്ടി, ശ്രീ KJ ഔസേപ്പച്ചൻ, ശ്രീ ചുരുളീധരൻ. ഇനി നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ അച്യുമാമൻ സാറിനോടാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ, താങ്കൾ കേരളത്തിൽ ഒരു കളങ്കമില്ലാത്ത നിഷ്കളങ്കനായ ഒരു വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്നത് ശരിയാണോ? അതാണ് സത്യം. അതല്ലേ സത്യം? അത് മാത്രമാണ് സത്യം. ദേ പച്ചകത്തിയടോ. എങ്ങനെ പോകുന്നു സാർ താങ്കളുടെ ഭരണമൊക്കെ? വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നു. അയ്യോ, സ്മൂത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്മൂത്ത് ഒന്നുമല്ല. അല്ലറ ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതിവര് കാരണം. സാറ് പറഞ്ഞത് കള്ളമാണല്ലോ. അല്ല, എന്റെ കൂടെയുള്ളവരും കുറച്ച് പ്രശ്നക്കാരാണ്. പച്ചയോട് പച്ച. അടുത്ത ചോദ്യം, ജനങ്ങൾ താങ്കളുടെ ഭരണത്തിൽ ശരിക്കും സംതൃപ്തരാണോ? സംതൃപ്തരാണെന്നോ? എന്റെ ഭരണത്തിൽ 100% ജനങ്ങളും സംതൃപ്തരാണ്.
100% പേരെ സംതൃപ്തനാക്കാൻ ഒരു മുഖ്യമന്ത്രിക്കും സാധിക്കില്ല. സത്യം പറഞ്ഞാൽ ഞാൻ സംതൃപ്തനാണ്. ചോപ്പ് വലിയ സംതൃപ്തിയൊന്നുമില്ല. ആവൂ പച്ച. അടുത്ത ചോദ്യം പ്രതിപക്ഷ നേതാവായ താങ്കളോടാണ്. ശരിക്കും നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരേ സമയത്ത് കാണുന്ന ഒരു സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമാണിത്. ചോപ്പ് കമ്പനിക്കടിച്ച്. സർ, ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താ? അതായത് മുഖ്യമന്ത്രി പറഞ്ഞ അഭിപ്രായവും ഈ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനവും വെച്ച് നോക്കുമ്പോ നമുക്ക് ഈ കമ്പ്യൂട്ടറിനെ 100% വിശ്വസിക്കാം. കണ്ട പച്ചകത്തി, അങ്ങനെ എനിക്കും ഒരു പച്ചകത്തി. എന്നെ പോലെ ഈ കമ്പ്യൂട്ടറിനെ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. ചോപ്പും കത്തി. എല്ലാവർക്കും തെറ്റുപറ്റും. തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ? അത് ശരിയാണ് താങ്കൾ പറഞ്ഞത്. ഇനി അടുത്തതായി എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊന്നുമല്ല. ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വളരെ സത്യസന്ധമായിട്ടാണോ താങ്കൾ സർക്കാരിനെതിരെ പ്രതികരിക്കുന്നത്? പിന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപകാരമേ ചെയ്തിട്ടുള്ളൂ. അതല്ല, കുറച്ചൊക്കെ സ്വന്തം കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. കൊള്ളാം. ഇനി അടുത്ത ചോദ്യം ചുരുളിധരൻ സാറിനോടാണ്. സർ, നിങ്ങൾ പുതിയ പാർട്ടിയൊക്കെ രൂപീകരിച്ചല്ലോ. അതെ, രൂപീകരിച്ച്. എന്താ വല്ല കുഴപ്പമുണ്ടാ? ഏകദേശം എത്ര പ്രവർത്തകർ നിങ്ങളുടെ പിന്നിലുണ്ടാവും? എന്റെ പാർട്ടിയിൽ അണികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിൽ അണികൾ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന്. അത്രയും പേരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് പേര് പോയിട്ട് ഏതാണ്ട് ഒരു 75,000, 50,000, 25,000, 10,000, 2,000, 1,000. ബൾബേ, കളി എന്റെ അടുത്ത് വേണ്ട. കഴിഞ്ഞ മീറ്റിംഗിന് 16 പേരുണ്ടായിരുന്നു. അച്ഛന്റെ മുമ്പ് ഞാൻ തോറ്റിട്ടില്ല, പിന്നാണ് ബൾബിന്റെ മുമ്പ്. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ ചോന്ന ഫ്ലൈറ്റ് അടിച്ചു പോയനെ. ലൈറ്റ് അടിച്ചു പോയനെ. ഫ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ സാറിന്റെ കാര്യം ഓർത്തത്. ഇനി അടുത്ത ചോദ്യം KJ ഔസേപ്പച്ചൻ സാറിനോടാണ്. ഫ്ലൈറ്റിന്റെ കാര്യം പറയണ്ടായിരുന്നു. ഇതിപ്പോ മേളിക്കൂടെ പോയ ഫ്ലൈറ്റ് എടുത്ത് എയർപോർട്ടിൽ വെച്ച പോലെയായി. ചോദിച്ചോ. ഫ്ലൈറ്റ് യാത്രക്കിടയിൽ ഒരു സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറയുന്നത് ശരിയാണോ? ഒരിക്കലുമില്ല. എനിക്ക് ആ സ്ത്രീ അറിയത്തുപോലുമില്ല. അതല്ല, കുറച്ചു നേരത്തേക്ക് അറിയാം. ഞാൻ ചോദിച്ചതൊന്നുമില്ല. താങ്കൾ ആ സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറിയോ? അത് ഈ യാത്രാ മധ്യയില് ഇടയ്ക്ക് ബാലൻസ് തെറ്റിപ്പോയി. ഫ്ലൈറ്റിന്റെ ആണോ? അല്ല, എന്റെ മനസ്സിന്റെ. ഏതായാലും സത്യവും നുണകളും നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിന്റെ അവസാന ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇലക്ഷൻ കഴിയുമ്പോൾ കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ഈ ഇരിക്കുന്ന 4 പേരിൽ ആരായിരിക്കും? അതിന് സംശയം എന്തിരിക്കുന്നു? അത് തെളിയിച്ചു കഴിഞ്ഞതല്ലേ. അടുത്ത മുഖ്യമന്ത്രി ഞാനായിരിക്കും. അടുത്ത മുഖ്യമന്ത്രി ഞാൻ തന്നെ. പക്വത വെച്ച് നോക്കുമ്പോൾ ഞാനായിരിക്കും അടുത്ത മുഖ്യമന്ത്രി. അതെ, തർക്കം വേണ്ട. നിങ്ങൾ പ്രായമുള്ള ആൾക്കാരുടെ അവസരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ചെറുപ്പക്കാരുടെ ഊഴമാണ്. അടുത്ത മുഖ്യമന്ത്രി ഞാൻ തന്നെയായിരിക്കും. വെള്ളം വാങ്ങി വെച്ചേക്ക്. എനിക്കൊരു അവസരം കൂടി തരൂ. ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ. സത്യം തുറന്നു പറയൂ. കമ്പ്യൂട്ടർ അടുത്ത മുഖ്യമന്ത്രി ഞാനായിരിക്കും. അങ്ങനെ തന്നെ വേണം. അല്ല, ഞാൻ പറയുന്നത് നിങ്ങളത് കേക്ക്. കമ്പ്യൂട്ടർ ഒരിക്കലും തെറ്റുപറ്റില്ല. അവിടെ ഇരിക്കേ. ഞാൻ പറയുന്നത് കേക്ക്. ഏതായാലും നിങ്ങൾ 4 പേരും അല്ലാത്ത സ്ഥിതിക്ക് ഒരാളുടെ പേര് കൂടി കമ്പ്യൂട്ടറിനോട് ചോദിക്കാൻ എനിക്കൊരു അവസരം തരൂ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മിണ്ടായിരിക്കും. മിസ്റ്റർ കമ്പ്യൂട്ടർ, അടുത്ത ഇലക്ഷൻ കഴിയുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയായുള്ള യോഗ്യൻ ശ്രീ ലീഡറാണോ? പച്ചകത്തി. ഈ കമ്പ്യൂട്ടറിന്റെ കാര്യമായി എന്താ തകരാറ് സംഭവിച്ചിട്ടുണ്ട്? ഇത് ഞങ്ങൾ അനുവദിക്കില്ല. അയ്യോ, എന്നെ തല്ലി കൊല്ലല്ലേ. ലീഡറോ? അതെ, ഞാനാണ്. ഓഹോ, അപ്പോൾ നിങ്ങളാണല്ലേ ഇത്രയും നേരം മേശയുടെ അടിയിലിരുന്ന് സ്വിച്ചിട്ട് കളിച്ചത്. കഷ്ടം. നിങ്ങൾക്ക് നാണല്ലേ വയസ്സാങ്കലത്തെ ഒരുമാതിരി? ഈ അച്ഛൻ ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാണ് നമുക്ക് ഒരുമിച്ച് നിൽക്കാമോ? നീ മിണ്ടരുത്. ലോകത്തൊരു മകനും ഒരച്ഛനിങ്ങനെ പാര വച്ചിട്ടുണ്ടാവില്ല. പാര വെക്കാനും പാര പണിയാനും എന്നെ പഠിപ്പിച്ച ഗുരു അച്ഛനാണ്. ആ അച്ഛൻ ഇപ്പൊ എന്നെ കാണുന്നത് കുരുവാണല്ലേ?